അയൽ സംസ്ഥാനങ്ങളിൽ നിക്ഷേപം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയിൽ എല്ലാം മുന്നേറുമ്പോൾ കേരളം എന്തുകൊണ്ട് പിന്നോട്ടു പോകുന്നു? ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ. CPM-ന്റെയും കോൺഗ്രസിന്റെയും കേരള മോഡൽ കേരളത്തെ പരാജയപ്പെടുത്തി. ഇവിടെയുള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് രാജു ചന്ദ്രശേഖർ പറഞ്ഞു. നിക്ഷേപം കഴിവുള്ളിടത്തേക്ക് പോകുന്നു, കഴിവ് അവസരങ്ങൾ ഉള്ളിടത്തേക്ക് പോകുന്നു എന്ന് രാജു ചന്ദ്രശേഖർ പറഞ്ഞു. കേരളം സ്വന്തം യുവപ്രതിഭകളെ കയറ്റുമതി ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി എന്തൊക്കെയോ തകരുകയാണ്. പ്രതിഭകൾ കേരളം വിടുന്നത് ആകസ്മികമല്ല, പതിറ്റാണ്ടുകളുടെ മോശം ഭരണത്തിന്റെയും അഴിമതിയുടെയും ഫലമാണിതെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും പാലക്കാട്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലുമാണ് ബി.ജെ.പി. പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് രാജു ചന്ദ്രശേഖർ പറഞ്ഞു. ഏകദേശം 3000 മുതൽ 3500 വരെ വാർഡുകൾ ജയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 2000 വാർഡുകളിൽ 1ാം സ്ഥാനത്തെത്തി, 500-ലധികം വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തി. വരുന്ന നിയമസഭയിൽ UDF-ഉം NDA-യും തമ്മിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ചർച്ചയും സംവാദവും ജനങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം LDF-നെ ജനങ്ങൾ തഴഞ്ഞിരിക്കുന്നു. മൂന്നാമതൊരവസരം നൽകില്ലെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു. 16 വർഷമായി ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുന്നു. എന്നിട്ടും കോൺഗ്രസ് ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് പ്രചരണത്തിന് 35 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8000 വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയം ആഴത്തിലുള്ള മാറ്റത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് വ്യക്തമാണ്. ഞങ്ങൾ മതേതരല്ല, മറിച്ച് വർഗീയവാദികളാണെന്ന പ്രചരണം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും രാജു ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. കേരളത്തിലെ യുവാക്കൾ അങ്ങേയറ്റം നിരാശരാണ്. നമ്മുടെ കോളേജുകളിൽ ഏകദേശം 30% സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നു. ജോലിക്ക് മാത്രമല്ല, പഠനത്തിനും കുട്ടികൾ ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ഇന്ന് ആളുകൾ പറയുന്നത് നീണ്ട പ്രസംഗങ്ങൾ വേണ്ട എന്നാണ്. തന്റെ കുട്ടിക്കായി, തന്റെ കരിയറിനായി നിങ്ങൾ എന്തു ചെയ്യുമെന്ന് പറയൂ എന്നാണ് പറയുന്നത്. അതിനാൽ സംഘടനാപരമായി ഞങ്ങൾ കൂടുതൽ ഡിജിറ്റൽ ഫസ്റ്റ് മൈക്രോ മീറ്റിംഗുകളിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരവധി യുവമുഖങ്ങൾ പാർട്ടിയിലേക്ക് വന്നെന്ന് രാജു ചന്ദ്രശേഖർ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം നിക്ഷേപവും സംരംഭകത്വവും കുതിച്ചുയരുമ്പോൾ പ്രതിഭകൾ സ്ഥലം വിടുന്ന ഒരേയൊരു സംസ്ഥാനം കേരളമാണ്. നിക്ഷേപങ്ങൾ കഴിവുള്ളിടത്തേക്ക് പോകുന്നു, കഴിവ് അവസരങ്ങൾ ഉള്ളിടത്തേക്ക് പോകുന്നു. കേരളത്തിൽ അവസരങ്ങളില്ലെങ്കിൽ പ്രതിഭകൾ ഓടിപ്പോകും. പിന്നെ നിക്ഷേപങ്ങൾ വന്നിട്ട് എന്ത് കാര്യം? ഇതാണ് നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യമെന്ന് രാജു ചന്ദ്രശേഖർ പറഞ്ഞു.